ഹായ് ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും ഡിപ്ലോമ മുതൽ മുകളിലോട്ട് യോഗ്യതയുള്ളവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റികളാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അതിൽ പ്രധാനമായിട്ടും നിലയിൽ വന്നു നിൽക്കുന്ന രണ്ട് ഓപ്പർച്യൂണിറ്റികളാണ്. ഒന്ന്, ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള KSEBിയിലേക്ക് വരാൻ പോകുന്ന സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. ഇവിടെ റെയിൽവേ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ എടുക്കുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഒരു ട്രാൻസ്പോർട്ട് വിങ് ആണ്. അവിടേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുന്നത്. ഇനിയും KSEB എടുത്തു കഴിഞ്ഞാൽ കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ലിമിറ്റഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡാണ്. അതായത് ഒരു ബോർഡാണ്. ഇപ്പോൾ KSEB ലിമിറ്റഡ് എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥാപനത്തിലേക്കാണ് നിങ്ങളെ നിയമിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും സർക്കാരിന്റെ മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് സാലറിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. റെയിൽവേയുടെ സാലറി എടുക്കുമ്പോൾ റെയിൽവേ ആണ് അതിന്റെ ഫൈനലായിട്ടുള്ള സാലറി ഡിസൈഡ് ചെയ്യുന്നത്. KSEB എടുക്കുമ്പോൾ KSEBയിലെ, അതായത് മറ്റ് സർക്കാർ പോസ്റ്റുകൾ, കേരള സർക്കാരിന്റെ മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് KSEBയിൽ കുറച്ച് സാലറിയുടെ അളവ് കൂടുതലാണ്, കുറച്ച് സാലറി കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഇതാണ് ഈ രണ്ട് പോസ്റ്റുകളും തമ്മിലുള്ള പ്രത്യേകത. ഇനി ജോലി ചെയ്യേണ്ടി വരുന്ന ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. KSEB സബ് എഞ്ചിനീയർ PSC നടത്തുന്ന എക്സാം ആയതുകൊണ്ട് നിങ്ങളുടെ ജോലി എപ്പോഴും കേരളത്തിൽ തന്നെ ആയിരിക്കും. അത് വേരി ചെയ്തിരിക്കും. അതായത് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. ഇനിയും ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക്, റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപേക്ഷിക്കുന്ന RRBക്ക് കീഴിലുള്ള സോണുകളിലായിരിക്കും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ട്രിവാൻഡ്രം RRB ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ട്രിവാൻഡ്രം, കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒക്കില്ല. നിങ്ങൾക്ക് സതേൺ സോണിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരും. അതായത് സതേൺ സോണിന് രണ്ട് RRBകളുണ്ട്. ഒന്ന് ചെന്നൈയും മറ്റൊന്ന് തിരുവനന്തപുരവും. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് ഏത് RRB വഴിയാണെങ്കിലും നിങ്ങൾ ആ സോണിലൊക്കെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിങ്ങൾ ഏതാണോ സോൺ RRB വെക്കുന്നത് അതിന്റെ പരിധിയിൽ വരുന്ന സോണുകളിലൊക്കെ ജോലി ചെയ്യേണ്ടി വരും. അതായത് ഒരു RRB തന്നെ ഒന്നിലധികം സോണിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ഒരു സോണിന് ഒന്നിലധികം RRBകളുള്ള സാഹചര്യവും ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജോലിയെ ബാധിക്കും. ഇപ്പോൾ അതിനുശേഷം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പലരും അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആത്മാർത്ഥമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൂട്ടത്തിൽ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ് കേരള PSCയുടെ സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനും രണ്ടിനും കോമൺ ആയിട്ടുള്ള കുറെ പോസിറ്റീവ് ഘടകങ്ങളുണ്ട് പഠിക്കുന്നതിനായിട്ട്. എന്നാൽ റെയിൽവേക്ക് KSEBയിൽ നിന്ന് ഭിന്നമായിട്ട് കുറച്ച് അതർ ടോപ്പിക്കുകൾ കൂടി വരുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇതിന്റെ CBT 1 എന്ന് പറയുന്നത് കുറച്ച് ജേർണലിസ്റ്റിക്, അതായത് SSCക്ക് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് ഇല്ലാത്ത കുറച്ച് പേപ്പറുകൾ വരുന്നുണ്ട്. റീസണിങ്, മാത്തമാറ്റിക്സ്, GK, സയൻസ് പോലുള്ള ടോപ്പിക്കുകളുടെ ഒരു അതിപ്രസരം നമുക്ക് അതിന്റെ പേപ്പർ 1 അതായത് CBT 1 കാണാൻ കഴിയും. CBT 2 അത്യാവശ്യമുണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്കുകളിലേക്ക് വരുമ്പോൾ, അതായത് രണ്ടാമതായിട്ട് വരുന്ന ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഏതാണ്ട് KSEBയുടെ എക്സാമിനേഷനും റെയിൽവേയുടെ എക്സാമിനേഷനും ഏറെക്കുറെ സിമിലർ ആണ് എന്നതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ നമുക്കറിയാം ഈ സബ്ജക്റ്റ്, അതായത് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുന്നവർക്ക് ഇത് ആ ഒരു മേഖലയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാം. എന്നാൽ CBT 1 അതിനോടൊപ്പം തന്നെ നന്നായിട്ട് തന്നെ ജനറൽ പേപ്പറിലും സ്കോർ ചെയ്തെങ്കിലേ നമുക്ക് CBT 2 എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ KSEBയിൽ ഈ ഒരു കടമ്പയില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ്, രണ്ട് എക്സാമിനേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട പോസിറ്റീവ് ഘടകങ്ങൾ, അതായത് ഒരു റെയിൽവേയുടെ എക്സാമിനേഷന് ജൂനിയർ എഞ്ചിനീയറിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി എന്താണ് കൂടുതലായി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാൽ റെയിൽവേ ഓൾറെഡി അപ്ലൈ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാധകമാകുന്ന ഘടകമല്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൽവേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് എന്ത് കൂടി ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന RRB JE നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാനും കഴിയും. നമുക്ക് അതിന്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ട് വരുന്ന, അതായത് റെയിൽവേയിലും അതുപോലെ തന്നെ KSEB സബ് എഞ്ചിനീയർ എക്സാമിനേഷനും, ഇനി സബ് എഞ്ചിനീയർ എക്സാമിനേഷൻ പോലെ തന്നെ ഇനിയും KSEBയുടെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകളിലൊക്കെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളൊരു ഘടകമാണ്. എന്നിരുന്നാലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഏകദേശ ധാരണയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടൊരു പഠനമാത്രയിൽ ഞങ്ങളൊരു വെബിനാർ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. അതിൽ കൃത്യമായ ധാരണയും കിട്ടും. അപ്പോൾ നമുക്കൊരു കോമൺ ഔട്ട്ലുക്ക് നിങ്ങൾക്ക് തരാം. ആദ്യമായിട്ട് ഇതിനകത്ത് ടോപ്പിക്കുകൾ ബേസിക് ആയിട്ട് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ബേസിക് ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്സ് കോമൺ ആയിട്ട് രണ്ട് എക്സാമിനേഷനിലും ഉണ്ടാവും.
അടുത്തത് DC ആൻഡ് AC സർക്യൂട്ട്സ് 2 എക്സാമിനേഷനും ഉണ്ടാവും. ഇനി ഇലക്ട്രിക്കൽ മെഷീൻസ് ഇത് 2 എക്സാമിനേഷനും ഉണ്ടാവും. പവർ സിസ്റ്റംസ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ബേസിക് ഇലക്ട്രോണിക്സ് ഇവയൊക്കെ കോർ ഏരിയ ആയതുകൊണ്ട് തന്നെ 2 എക്സാമിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റെയിൽവേക്ക് ഇത് പഠിക്കാതെ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ ഒക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കേരള PSCയുടെ ഈ ഒരു ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ, അതായത് ഒരു PSC എക്സാമിനേഷനിലേക്ക് എത്തുമ്പോൾ എന്ത് വേണ്ട, ഇത്രയും വലിയ ഒരു ടൈറ്റ് ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. രണ്ടാമത് ഞാൻ പറയാൻ വിട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ കോമ്പറ്റീഷൻ ലെവല്. പൊതുവെ റെയിൽവേയിൽ ഫേസ് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കേരള PSCയുടെ KSEB സബ് എഞ്ചിനീയറിൻ്റെ എക്സാമിനേഷൻ ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഇത് ഓൾ ഓവർ ഇന്ത്യയല്ല നടക്കുന്നത്, കേരളത്തിനകത്ത് മാത്രമാണ്. കേരളത്തിനകത്തുള്ള ഡിപ്ലോമ ബിരുദധാരികളും BTech ബിരുദധാരികളായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. മാത്രമല്ല ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നവരുമായിട്ട് മാത്രം നിങ്ങൾ കോമ്പീറ്റ് ചെയ്താൽ മതി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാലിഡ് പോയിന്റ് ആണ്. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊള്ളുക. അപ്പോൾ റെയിൽവേയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്താൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നമ്മളീ പറഞ്ഞ ഏതാണ്ട് 6 ടോപ്പിക്കുകൾ വളരെ കൃത്യമായിട്ട് തന്നെ സിമിലർ ആയിട്ട് രണ്ടിലും വരുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും എന്തൊക്കെയാണ് ആഡ് ഓൺ ആയിട്ട് റെയിൽവേയിലേക്ക് വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യം, അതുപോലെ തന്നെ റെയിൽവേയിൽ ഇല്ലാത്തതായിട്ട് KSEB എക്സാമിനേഷന് വേണ്ടി നമ്മൾ എന്തുകൂടി പഠിക്കണം, ഇതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് RRB JEEക്ക് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. ആദ്യമായിട്ട് ടോപ്പിക്കുകൾ തന്നെ നമുക്ക് നോക്കാം. അതിൽ കമ്പ്യൂട്ടർ ബേസിക്സ് RRBയിൽ ഒരു പോയിന്റ് ആയിട്ട് വരും. അടുത്തതായിട്ട് നെറ്റ്വർക്കിംഗ് ഒരു പോയിന്റ് ആയിട്ട് വരും. ഇനിയും എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് ഇത് ഒരു പോയിന്റ് ആയിട്ട് വരും. അടുത്തത് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ സയൻസ് GK ഇത്രയും പോയിന്റ് കൂടി റെയിൽവേയിൽ വരും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ PSC എക്സാമിനേഷൻ ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണ്ടാവില്ല. എന്നാൽ നിങ്ങൾ PSCയുടെ ജനറൽ എക്സാമിനേഷൻ കൂടി എഴുതുന്നവരാണ്, അതായത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കേരള PSCയുടെ ജനറൽ LD ക്ലർക്ക്, ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഡിഗ്രി ലെവൽ മെയിൻസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എഴുതുന്നവരാണെങ്കിൽ അതൊരു വലിയ വിഷയമേ അല്ല. നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡോണായിട്ട് ഇതുകൂടി ചെയ്തു പോകാം. ഇതുവരെ പഠിക്കാത്ത ഈ ഒരു ഭാഗങ്ങളൊന്നും കൈകാര്യം ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗം ആഡോണായിട്ട് നിങ്ങൾ റെയിൽവേക്ക് വേണ്ടി പഠിക്കണം എന്നത് മാത്രമാണുള്ളത്. ഇനിയും റെയിൽവേക്ക് പഠിക്കുന്ന, അതായത് റെയിൽവേയുടെ CBT 2-ലും CBT 1-ലുമുള്ള നിങ്ങളുടെ കോർ സബ്ജക്ട്, അതായത് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുകയും എന്നാൽ അതിലില്ലാത്തതുമായി KSEBയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് സ്വിച്ച് ഗിയർ, അടുത്തതായിട്ട് ഇൻഡസ്ട്രിയൽ വയറിംഗ് ആൻഡ് എർത്തിങ്, പവർ ഇലക്ട്രോണിക്സ്, റിന്യൂവബിൾ എനർജി, സോളാറും വിൻഡും, പിന്നെ ഇലുമിനേഷൻ, ട്രാക്ഷൻ, PLC, ഓട്ടോമേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത്. അതായത് വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രം എന്ത് വേണം, ആഡ് ഓൺ ആയിട്ട് വരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ 2 എക്സാമുകളും റെയിൽവേയുടെ എക്സാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ വേഗം നടന്നു പോകും. ഈ ഒരു എക്സാം കഴിയുന്ന മുറയ്ക്ക് KSEBയുടെ എക്സാം എത്തും. അതായത് നിങ്ങൾ റെഗുലറായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പഠിച്ചതിന് ശേഷമുള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ വളരെ ചെറിയൊരു മാസ്റ്റർ പ്ലാൻ തരാം. അതിലാദ്യമായിട്ട് കോമൺ അല്ലെങ്കിൽ കോർ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസ്റ്ററായിട്ട് മാറുക എന്നുള്ളതാണ്. അതായത് നമുക്ക് പറയാം 2 കാര്യങ്ങളിലും, അതായത് ഈ ടെക്നിക്കൽ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി ഒരു ബുദ്ധിമാനായിട്ട് ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യുന്ന എപ്പോഴും അദ്ദേഹം കോമൺ ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. എല്ലാ എക്സാമിനേഷനും എപ്പോഴും ചോദിക്കുമെന്നുള്ള കുറേ ഭാഗങ്ങളുണ്ട്. അതിലെന്ത് ചെയ്യുക, അതിൽ ബോൾഡ് ആയിട്ടുള്ളൊരു അറിവുണ്ടാക്കിയെടുക്കുക. ഏത് രീതിയിൽ വന്നാലും ആ ഒരു ഭാഗം കവർ ചെയ്യാനുള്ള, കാരണം ഇത് ചോദിക്കാതെ ഒരു പരീക്ഷയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആദ്യത്തേത്. സർക്യൂട്ട്, മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, പവർ സിസ്റ്റം, മെഷർമെന്റ്സ്, ബേസിക് ഇലക്ട്രോണിക്സ് തുടങ്ങിയ മേഖലകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇത് 2നും വളരെ കോമൺ ആണ്. ഇതിൽ നിന്ന് ഏത് ഇലക്ട്രിക്കൽ റിലേറ്റഡ് എക്സാംസ് വന്നാലും ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗം നിങ്ങൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ എക്സാമുകൾക്കും അത് പ്രയോജനപ്പെടും. അടുത്തത് എക്സാം സ്പെസിഫിക് ടോപ്പിക്കുകൾ. ഇത് പിന്നീടാണ് ചെയ്യേണ്ടത്, അടുത്ത ഘട്ടത്തിലാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുന്നത്. അതിൽ RRBയിലേക്ക് വരുമ്പോൾ പ്രോഗ്രാമിങ്, എസ്റ്റിമേഷൻ, ആപ്റ്റിറ്റ്യൂഡ്, GK തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ PSCയുടെ ജനറൽ എക്സാംസ് ഒക്കെ വല്ലപ്പോഴും എഴുതാൻ പ്ലാനുള്ളവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ നോക്കുന്നതായിരിക്കും. ഇത് ഓൺ ദ വേ അങ്ങ് പൊയ്ക്കോളും. ഇതിൽ തന്നെ പല വേ ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ഓപ്ഷൻസും ഒക്കെ നന്നായിട്ട് ഡീപ്പായിട്ട് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഭാഗങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും.
അടുത്തത് KCBക്ക് വേണ്ടി നോക്കുമ്പോൾ, അതായത് ആഡ് ഓൺ ചെയ്ത് KCB, അതായത് ഇതുവരെ എഴുതിയിട്ടില്ല, അത് ആദ്യമായിട്ട് KCB എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രൊട്ടക്ഷൻ, ഇൻഡസ്ട്രിയൽ സിസ്റ്റം, റിന്യൂവബിൾ എനർജി, PLC, ഓട്ടോമേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യേണ്ടി വരും. ഇത് കൂടാതെ പ്രാക്ടീസാണ്. നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം റെയിൽവേയുടെയൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യും. അതിനൊപ്പം എന്ത് കൂടി ചെയ്യുക, കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി, മുൻവർഷ ചോദ്യ പേപ്പറുകൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ രണ്ടും പാരലായിട്ട് പഠിച്ചു. ഈ രണ്ടും പാരലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒന്ന് മറ്റൊന്നിന് ബെനിഫിഷ്യൽ ആയിട്ട് മാറും എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന കാര്യം. അപ്പോൾ നമുക്കറിയാം ഒന്നിലധികം ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നിരവധി റാങ്ക് ലിസ്റ്റുകൾ, അതായത് കേന്ദ്ര സർവീസിലും അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലും ഒക്കെ ഒരേപോലെ റാങ്ക് ജേതാക്കളായിട്ട് മാറുന്നത്. ഈ ഒരു അവസരം നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഇങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ലൈഫിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റും. നമുക്ക് ഏത് വേണം എന്നൊരു ചൂസ് ചെയ്താൽ മാത്രം മതി. ജോലി ഇല്ല അല്ലെങ്കിൽ ജോലി കിട്ടില്ല എന്നൊരു ഭയം അതോടുകൂടി മാറും. അതിനുശേഷം നമ്മുടെ പ്രിഫറൻസ്, ഇപ്പം നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേയിൽ പോകാം. അല്ല, നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ജോലിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് KCB ചൂസ് ചെയ്യാം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പം ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പഠന മാതൃകയാണ് ഞാൻ വളരെ ഔട്ട്ലൈനായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി ഇതിൻ്റെ ഇൻഡെപ്ത് ആവശ്യങ്ങളുണ്ട്. പഠനം, ഇത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും സമയബന്ധിതമായിട്ടും പഠിച്ചെങ്കിൽ മാത്രമേ ഈ 2 എക്സാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പഠന മാതൃക നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി നിങ്ങൾക്കായിട്ടൊരു സൗജന്യ വെബിനാർ ഉടൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആ വെബിനാറിൻ്റെ ഡേറ്റ് നിങ്ങളെ ഉടൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ വെബിനാറിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ അതുണ്ടാവും. ഈ ഒരു വെബിനാറിൽ നേരിട്ട് പങ്കെടുത്ത് ഇതിൽ അറൈസ് ചെയ്ത് വരുന്ന സംശയങ്ങൾ ഓരോരുത്തരും നേരിട്ട് ചോദിച്ചു തന്നെ മുമ്പോട്ട് പോയാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ 2 എക്സാമിനേഷൻ ഒരുമിച്ച് ക്രാക്ക് ചെയ്ത് 2 സർക്കാർ ജോലിയിൽ നിങ്ങൾക്ക് കയറി പറ്റാൻ പറ്റും. റെയിൽവേയും അതുപോലെ തന്നെ KCB രണ്ടും സാലറി വൈസും ഒപ്പം തന്നെ സ്റ്റാറ്റസ് വൈസും വളരെ നല്ല പോസ്റ്റുകളാണ്. പ്രൊമോഷൻ സാധ്യതകളും സാലറിയും വളരെ കൂടുതലുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ ഇതിന് രണ്ടിനുള്ള തയ്യാറെടുപ്പുകൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി പറയുവാനുള്ളത്, ഈ 2 കോഴ്സുകളും ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഏണസ്റ്റ് അക്കാഡമി 2 കോഴ്സുകളും കോംബോ ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. അതും ഓഫറിൽ തന്നെയാണ്. മികച്ച ഓഫറിൽ നിങ്ങൾക്ക് ഈ 2 കോഴ്സുകളും ഒരുമിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു കോഴ്സ് സ്വന്തമാക്കുന്നതിന് നിങ്ങൾ താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മാത്രവുമല്ല, നിങ്ങളൊരു കോഴ്സ് എടുത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ ഈ ഓഫർ സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മറക്കണ്ട, താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ കോഴ്സിന് ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചൊരു സർക്കാർ ജോലി നേടിയെടുക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.